ഇന്ന് ഞങ്ങളൊരു യാത്ര പോവുകയാണ്, ഒരു ചെറിയൊരു യാത്ര. യാത്ര എന്ന് പറയുമ്പോൾ ഇവിടെ തൊട്ടടുത്തേക്ക് തന്നെയാണ്, ഇത് റോക്ക്ലോ എന്ന് പറയും. ഇവിടുന്ന് ഞങ്ങൾ ട്രെയിനിനാണ് പോകുന്നത്. അപ്പോൾ ഏകദേശം ഒരു 2-2.5 മണിക്കൂറേ വരുന്നുള്ളൂ ട്രെയിനിന്. അപ്പോൾ ഇവിടുന്ന് ജാബ്സയിൽ പോയിട്ട് ജാബ്സയിൽ നിന്ന് ട്രെയിൻ കയറി പോകാനാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ട്രെയിനിൻ്റെ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഞങ്ങൾ പുലർച്ചെ 6 മണിക്കായിരുന്നു, 6:05-നായിരുന്നു ട്രെയിൻ. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഒരു 5 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഊബർ ബുക്ക് ചെയ്തിട്ട് റെയിൽവേ സ്റ്റേഷനിൽ പോവുകയാണ്. പോകുന്ന കാഴ്ചകളാണ് ഈ കാണുന്നത്. നേരം വെളുക്കുന്നേ ഉള്ളൂ. അപ്പം ഞങ്ങൾ വണ്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ എണീറ്റിട്ടുണ്ട്. ആരുടെയും ഉറക്കമൊന്നും ശരിയായിട്ടില്ല. ഇഷ്ബിനെയൊക്കെ ഉറക്കത്തുനിന്ന് എണീപ്പിച്ച് കൊണ്ടുവന്നതാണ്. അങ്ങനെ ഞങ്ങളുടെ ജാബ്സയിൽ റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. കുറച്ച് ദിവസമായിട്ട് നല്ല ചൂടായിരുന്നു. പക്ഷേ ഇന്ന് ഞങ്ങൾ പുറത്തിറങ്ങാൻ വേണ്ടി നിന്നപ്പോൾ ഒന്ന് നല്ല തണുപ്പാണ്. അതുകൊണ്ട് തന്നെ ജാക്കറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. ഞങ്ങൾ സ്റ്റേഷനിലെത്തി. ഇവിടെ ട്രെയിനിൻ്റെ സമയമെല്ലാം നോക്കി ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. സമയമായപ്പോൾ ഞങ്ങൾ താഴെ പ്ലാറ്റ്ഫോമിലേക്ക് പോയി. അവിടെ ഓൾറെഡി ഒരു ട്രെയിൻ വേറൊരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ടുണ്ട്. ഞങ്ങളുടെ ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇതാ സമയമായപ്പോൾ ഞങ്ങളുടെ ട്രെയിൻ ഇതാ വരുന്നുണ്ട്. ഞങ്ങളിവിടെ വന്ന സമയത്ത് ഫസ്റ്റിൽ ഒരു പ്രാവശ്യം ട്രെയിനിൽ പോയിട്ടുണ്ടായിരുന്നു, പിന്നെ ഇതുവരെ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ശരിക്കും ഇവിടെ വന്നിട്ട് ഫസ്റ്റ് ആയിട്ടുള്ള ട്രെയിൻ യാത്രയാണിത്. അപ്പം ഞങ്ങളുടെ ട്രെയിനകത്തേക്ക് കയറാൻ പോവാണ്. നമ്മുടെ നാട്ടിലെ ട്രെയിൻ പോലെയല്ല, ഇവിടുത്തെ ട്രെയിനിനകത്തുള്ള കാഴ്ച ഇതാ കാണിച്ചു തരാം. എന്താ ഞങ്ങളുടെ കമ്പാർട്ട്മെൻറ്റ് ഇതല്ല. ഞങ്ങളിവിടെ കയറിയിട്ട് ഇതിനകത്തൂടെ കമ്പാർട്ട്മെൻറ്റിലേക്ക് പോവാമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ കയറി. ഇതിനകത്ത് ഇതാ ഇങ്ങനെയായിരിക്കും. സീറ്റുകളുടെയൊക്കെ അറേഞ്ച്മെൻറ്റ്സ് ഇങ്ങനെയാണ്. അങ്ങനെ ഞങ്ങളുടെ കമ്പാർട്ട്മെൻറ്റ് അകത്തേക്ക് പോവാണ്. ഇവിടെ കാണുന്ന സ്പേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സൈക്കിൾ കൊണ്ടൊക്കെ കയറുന്നവർക്ക് സൈക്കിളൊക്കെ വെക്കാനുള്ള സ്പേസ് അവിടെയുണ്ട്. അതാണ് അവിടെ കാണുന്നത്. ഞങ്ങളുടെ സീറ്റിലെത്തി. ഞങ്ങളിതാ ഇവിടെ ഇരുന്നു. പുറത്തോട്ടുള്ള കാഴ്ചകളും അകത്തുള്ള കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഓരോ സ്റ്റേഷനും 2-3 സ്റ്റേഷനേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ റോക്ക്ലോ എത്തും. കുറച്ച് സമയമല്ലേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ പുറത്തോട്ടുള്ള കാഴ്ച കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ ഒരു യാത്രയിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ ശരിക്കും നമ്മുടെ നാട്ടിലെ പോലെ ഒരുപാട് പാടങ്ങൾ കാണാൻ പറ്റി. ഇത് 2 സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിലും പാടങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ. അപ്പം ഇത്രത്തോളം കൃഷി ഇവിടെ പോണ്ടിൽ ചെയ്യുന്നുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായി ഈ ഒരു യാത്ര കൊണ്ട്. എവിടെ നോക്കിയാലും കണ്ടോ ഇങ്ങനെ ഈ ഒരു പച്ചപ്പ്, ഈ ഒരു പാടം മാത്രമേ. ശരിക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ വിൻ്റർ സീസൺ കഴിഞ്ഞിട്ട് നമ്മൾ സമ്മർ സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ. ഇനി കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതിനേക്കാൾ ഭംഗി ഉണ്ടാവും ഇതിലെല്ലാം കാണാൻ. ഇങ്ങനെ ഓരോ സ്റ്റേഷനുകൾ ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്. നമ്മുടെ സ്റ്റേഷൻ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താറായിട്ടുണ്ട്. അതിനിടയ്ക്ക് ഇഷ്ബി ഉറക്കമൊക്കെ നേരത്തെ എണീറ്റുകൊണ്ട് ഉറക്കമൊക്കെ വന്നിട്ട് അവൾ ഉറങ്ങാനൊക്കെ ഉള്ള ചെറിയ ഒരു സാധ്യത കാണുന്നുണ്ട്. പക്ഷേ ഉറങ്ങുന്നില്ല. ഓരോ കാഴ്ചകൾ ഇത് കണ്ടോ, ഇത് ഞാനിങ്ങനെ കണ്ടപ്പോൾ ജസ്റ്റ് വീഡിയോ എടുത്തായിരുന്നു. ഫുള്ള് ഇഷ്ടികൾ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ബിൽഡിങ്ങുകളാണ്. ഇത് ഏതോ സ്റ്റേഷൻ എനിക്ക് ശരിക്കും ഓർമ്മയില്ല. ഇത് നമ്മുടെ സ്റ്റേഷന് എത്താറായിട്ടുണ്ട്. ഏകദേശം എത്തി. ഇതാണ് നമ്മുടെ റോക്ക്ലോ സ്റ്റേഷനിലേക്കാണ് ട്രെയിൻ ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇറങ്ങാറായിട്ടുണ്ട്. നമ്മളിതാ ഇറങ്ങുകയാണ്. ഇറങ്ങി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ഞങ്ങൾ സ്റ്റേഷന് അകത്തുനിന്ന് തന്നെ ഒരു കോഫി കുടിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഒരു കോഫി ഷോപ്പിലൊക്കെ കയറി. അവിടുന്ന് അത് നമ്മുടെ കോസ്റ്റ കോഫിയുടെ ഷോപ്പായിരുന്നു. നല്ല ഭംഗിയുള്ള ഒരു ഷോപ്പ്. അപ്പോൾ ആ ഷോപ്പിൽ നിന്ന് ഞങ്ങൾ ഓരോ കോഫിയെല്ലാം കുടിച്ചിട്ട് ഞങ്ങളുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷനിലായിട്ടുള്ള സൂയിലേക്കാണ് പോകുന്നത്. അപ്പോൾ സൂ ചെന്നിട്ടുള്ള അവിടുത്തെ കാഴ്ചകളൊക്കെ വേറൊരു വീഡിയോയിൽ ഇടാമെന്നാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞങ്ങളിവിടെ കണ്ട സൂയിലെ കാഴ്ചകളെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം.